ഇടുക്കിയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ പ്രതിസന്ധിയിൽ ദേവികുളത്ത് ഹർത്താലാണ് ഇന്ന്. ദേശീയപാത 85-ലെ നിർമ്മാണ നിരോധനത്തിൽ പ്രതിഷേധിച്ച് വാളറയിൽ നിന്ന് നേര്യമംഗലത്തിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെയുള്ള മാർച്ചാണ്. അവിടെയാണ് സംഘർഷമെന്നാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് അതെ അതെ മൈക്കോടിയോ ആ ആൽവിൻ ചേരുന്നു വിവരങ്ങളുമായി. ആൽവിൻ, ആ മാർച്ച് സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുകയാണോ? എന്താണ് അവിടുത്തെ സ്ഥിതി? ലക്ഷ്മി, ദേശീയപാത 85-ലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ദേശീയപാത ഏരിയയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പ്രശ്നം കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും അതോടൊപ്പം തന്നെ വിവിധ മതസാമുദായിക സംഘടനകളുടെയും വ്യാപാരികളുടെയും അടക്കം NH സംരക്ഷണ സമിതി എന്ന സംഘടനയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ലോങ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദേവികുളം മണ്ഡലത്തിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ലോങ് മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ലോങ് മാർച്ച് വാളറയിൽ നിന്ന് കടന്ന് ഇപ്പോൾ നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. പോലീസ് ഈ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ വലിയ ബാരിക്കേഡ് തീർത്തുവെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത്. ചെറിയ തോതിൽ ഉന്തും തള്ളും ഒരു ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. എന്നാൽ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നേതാക്കന്മാർ നടത്തുകയാണ്. ഈ പ്രദേശത്ത് ഉള്ള നിർമ്മാണ നിരോധനം ഉണ്ടായത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ്. ഇത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നിർമ്മാണ നിരോധനമുള്ളത്. വനംവകുപ്പിൻ്റെ അധീനതയിൽപ്പെടുന്ന പ്രദേശമാണെന്നും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന തരത്തിലുള്ള ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനം നിലച്ചത്. ആ നിർമ്മാണ പ്രവർത്തനം നിലച്ചതിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രതിഷേധ പരിപാടികളാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് UDF-ൻ്റെ ഹർത്താൽ അവർ ആഹ്വാനം ചെയ്തിരുന്നു. CPM ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ന് ഈ NH സംരക്ഷണ സമിതിയാണ് ദേവികുളം മണ്ഡലത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തതുകയും തുടർന്ന് ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നത്. അല്പം മുമ്പാണ് ലോങ് മാർച്ച് വാളറയിൽ നിന്ന് കടന്ന് ഇപ്പോൾ നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് വന്നത്. നമുക്ക് കാണുന്നത് പോലെ പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണ്. വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം അവർ തീർക്കുകയാണ്. വനംവകുപ്പിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിനെതിരെ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യവും അവർ പറയുന്നുണ്ട്. വലിയ വ്യാപാരികൾ അടക്കമുള്ള ആളുകൾ വിവിധ സംഘടന മതസാമുദായിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ഉന്തും തള്ളും പോലീസുമായി ഇവിടെ ഉണ്ടാകുന്നു. പ്രതിഷേധക്കാർ നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. അത് പോലീസ് തടയുകയാണ്. പക്ഷേ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് നമുക്കറിയുന്നത്. വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. 2 വശങ്ങളിൽ നിന്നാണ് ഈ ലോങ് മാർച്ച് എത്തിച്ചേരുന്നത്. ഒന്ന് നേരിമംഗലം ഭാഗത്തു നിന്നും ഒന്ന് വാളറ ഭാഗത്തു നിന്നും 2 സ്ഥലങ്ങളിൽ നിന്നുള്ള ലോങ് മാർച്ചാണ് ഇപ്പോൾ ദേശീയ പാത സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത് നടപ്പാക്കുന്നത്. ആ മാർച്ചിന്റെ ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത് നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലാണ്. അവിടെയാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ തീർത്തുകൊള്ളുന്നത്. പ്രവർത്തകർ വലിയ ഉന്തും തള്ളും ഫോറസ്റ്റുകാരുമായി നടത്തുന്നു. ഫോറസ്റ്റുകാരുമായി വലിയ ഉന്തും തള്ളുമുണ്ട്. നേതാക്കന്മാർ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും വലിയ പ്രവർത്തകർ തള്ളിക്കയറാനുള്ള ശ്രമം നടക്കുകയാണ്. വലിയ പ്രതിഷേധം വനംവകുപ്പിനെതിരെ ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചയിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ ദേശീയപാത 85-ലെ വാളറ മുതൽ നേരിമംഗലം വരെയുള്ള 14 കിലോമീറ്റർ
റോഡിൻ്റെ നിർമ്മാണമാണ് ഇതോടെ ഈ ഹൈക്കോടതി വിധിയോടെ നിലച്ചിരിക്കുന്നത്. ഇതിൽ സർക്കാർ വേണ്ട നടപടികൾ ഉറപ്പാക്കണമെന്നുള്ളൊരു ആവശ്യം ഇവർ മുന്നോട്ട് നയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് ഇടപെടലുകൾ കൂടി നടത്തിക്കൊണ്ട് ഈ ദേശീയപാതയുടെ നിലച്ചുപോയ ആ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിന് സർക്കാർ ഇടപെടലുണ്ടാകണം. വനം വകുപ്പ് ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടണം എന്ന തരത്തിലുള്ള ആവശ്യമാണ് അവർ പറയുന്നത്. ആ പ്രവർത്തകരെയാണ് ഇപ്പോൾ അനുനയിപ്പിക്കാനായി നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നത്. പ്രവർത്തകരെ അനുനയിപ്പിച്ച് ഇപ്പോൾ നേര്യമംഗലത്തിന് പാലം കടന്നുകൊണ്ട് അപ്പുറത്തൊരുക്കിയിട്ടുള്ള ആ വേദിയിലേക്ക് പ്രവർത്തകരെ മാറ്റുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാവുന്ന വലിയ പ്രതിഷേധം ഈ പരിസരത്തുണ്ടായി. നൂറുകണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സത്യം. അടിമാലി മുതൽ തന്നെയുള്ള ആളുകളും ദേവികുളം മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രതിഷേധ പരിപാടിയിലും ഈ ലോങ് മാർച്ചിലും അവർ പങ്കെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കോതമംഗലം ഭാഗത്തു നിന്നുള്ള ആളുകളും മറുവശത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. നേര്യമംഗലം പാലത്തിന് സമീപത്താണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഇരു വിഭാഗങ്ങളും ഇപ്പോൾ നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മുമ്പിലേക്ക് എത്തിച്ചേർന്ന ശേഷമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നത്. പോലീസ് തടയുന്നു. നേതാക്കന്മാർ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറിൽ ഒരുപക്ഷെ നിയന്ത്രിച്ചില്ലെങ്കിൽ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ലക്ഷ്മി.